നമസ്കാരം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യവും വർദ്ധിക്കുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഇവയെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് വിദഗ്ധർ വെളിപ്പെടുത്തുന്നത്. ഇവയുടെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന ദ്രവം സ്പർശിച്ചാൽ ത്വക്ക് രോഗം മുതൽ മസ്തിഷ്ക ജ്വരം വരെയുണ്ടാകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പുറംതോട് ശംഖ് പോലെ ഇരിക്കുന്നത് കുട്ടികളിൽ കൗതുകമുണ്ടാക്കാനിടയുള്ളതിനാൽ അപകട സാധ്യത ഏറെയാണ്. ഗുരുതര രോഗങ്ങൾക്ക് ഇടയാക്കുന്ന ആഫ്രിക്കൻ ഒച്ചുകളെ നിസ്സാരമായി തള്ളിക്കളയരുതെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മാരകമായ മെനിഞ്ചൈറ്റിസ് രോഗം പടരാനും ഈ ഒച്ച് കാരണമാകും. കടുത്ത തലവേദനയാണ് ഇതിന്റെ പ്രധാന രോഗലക്ഷണം. തുടർന്ന് രോഗി കോമ അവസ്ഥയിൽ വരെ എത്തിയേക്കാം. കൂടാതെ മരണവും സംഭവിക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് ഇവയെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. വെറുതെ കാലുകൊണ്ട് തട്ടുകയോ കയ്യിൽ എടുക്കുകയോ ഒരിക്കലും ചെയ്യരുത്. പകരം ഇവയെ എടുക്കുമ്പോൾ കയ്യുറ ഉപയോഗിക്കണം. കൂടാതെ ഇവയെ സ്പർശിച്ചാൽ സോപ്പ് കൊണ്ട് കൈ കഴുകി വൃത്തിയാക്കുകയും വേണം. അതേസമയം ആഫ്രിക്കൻ ഒച്ചുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് തലച്ചോറിനെ ബാധിക്കുന്ന മാരക രോഗങ്ങൾ ഉണ്ടാകുമെന്ന് മുൻപൊരു പഠനത്തിൽ വ്യക്തമായതാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പഠനം നടത്തിയത്. അക്കാൻഡിയ ഫ്ലൂറിക്ക എന്ന ഇനം ആഫ്രിക്കൻ ഒച്ചുകളാണ് മസ്തിഷ്ക രോഗം പരത്തുന്നതെന്നാണ് ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയ കീർത്തി വിജയൻ പറയുന്നത്. എലികളുടെ കാഷ്ടം കഴിക്കുന്ന ഒച്ചിലാണ് രോഗം പരത്തുന്ന ഈ വിര ഉണ്ടാകുന്നത്. ആൻജിയോസ്ട്രോഞ്ചിലിസ് കാൻഡനോൻസിസ് എന്ന വിരയുടെ വാഹകരായതിനാലാണ് ഈസ്നോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ഇവയിൽ നിന്നും ഉണ്ടാകുന്നത്. ആഫ്രിക്കൻ ഒച്ചുകൾ പൊതുവെ വലിപ്പമുള്ളവയായതിനാലാണ് ഈ വിരകൾക്ക് ഒച്ചിനുള്ളിൽ ജീവിക്കാൻ കഴിയുന്നതും രോഗം പരത്തുന്നതും. ഇത്തരം ഒച്ചുകളെ സ്പർശിക്കുമ്പോഴോ ശരീരത്തിനുള്ളിലേക്ക് പോവുകയോ ചെയ്യുമ്പോഴാണ് രോഗം പിടിപെടുന്നത്. അതേസമയം ചീഞ്ഞു തുടങ്ങിയ പഴത്തൊലി, പപ്പായ എന്നിവ കൂട്ടിവച്ചാൽ ഒച്ചുകൾ വളരെ വേഗത്തിൽ ആകർഷിക്കപ്പെടും. ഇതുവഴി നമുക്ക് ഇവയെ കൊല്ലാനും സാധിക്കുന്നു. പിന്നീട് ഉപ്പും തുരിശും ഉപയോഗിച്ച് ഇവയെ നശിപ്പിക്കാം. ഇവ കൂടാതെ ബ്ലീച്ചിങ് പൗഡർ, ഉപ്പ് എന്നിവ ചേർത്ത മിശ്രിതവും ഇവയെ നമുക്ക് കൊല്ലാനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലത്തെ കൗതുകകരവും ഉപയോഗപ്രദവുമായ വാർത്തകളുമായി ഇനി നമുക്ക് നാളെ കാണാം. വെബ് ഡെസ്ക് തത്തുമൈ TV.